ഗൈസ്, അപ്പം നമ്മൾ ആദ്യം കളിക്കാൻ പോകുന്ന ആരോ ത്രോയിങ് ആണ്. എന്താണ് ഗെയിം എന്ന് നമുക്ക് നോക്കാം. ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. എനിക്ക് 10 കിട്ടി. 9 7 6 40 സ്കോർ. ഇതൊക്കെ സ്നാപ്ചാറ്റിലുള്ള ഗെയിമിംഗ് ആണ്. ഇത് അടുത്ത് കാർ റേസിങ്. ഇതെന്താ എന്തിൻ്റെയോ മുകളിൽ കൊണ്ട് ഇടിച്ച് കയറി പോകുന്നു. എന്തായാലും നേരം പോകാൻ ഇതൊക്കെ മതി. ഇതിൽ കുറേ അധികം ഗെയിംസ് ഉണ്ട്. ഇതിൽ കുറച്ച് ഗെയിംസ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. സ്നാപ്ചാറ്റിൽ ഗെയിംസ് എന്നുള്ള സെക്ഷനിൽ ഉണ്ട്. ഇതെന്താണ്ടായി? അയ്യോ, തീരുന്നില്ല. ഇതാ കുറച്ച് കാണാണ്ട് കേട്ടോ. ദെൻ മീറ്റർ കണക്കിന് എവറസ്റ്റിൻ്റെ അടുത്ത് എത്താറായി തോന്നുന്നു. ഇതെന്താ എവറസ്റ്റിനെ വെട്ടിക്കോ? കളി കഴിഞ്ഞു. അടുത്ത് ജംപ് ഫയർ ഗെയിം. ഇതെന്താ ഗെയിം? ഇതിങ്ങനെ ചാടി ചാടി 150 എത്തണം. സിമ്പിളല്ലേ? അയ്യോ, അത് അടിക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഇത് അടിക്ക് വരുന്നതിന് മുമ്പ് 150. അതെന്തായാലും ഇമ്പോസിബിളാണ് ഗൈസ്. അപ്പോൾ ഫോൺ ഹാങ് ആവും. നെക്കി ആ ഡിസ്പ്ലേ അടിച്ചു പോകും. അല്ലാതെ വേറൊരു കാര്യമില്ല. ഈ ഗെയിം വേണ്ടാത്തൊരു കളിക്കണ്ട. ഞാൻ വെറുതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി കളിച്ചു, അത്രയ്ക്ക് തന്നെ. പിന്നെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഗ്ലാസ് ക്രാക്കിംഗ് ഗെയിം. ഇത് മറ്റേ സ്ക്വിഡ് ഗെയിം. ഇത് ആളുടെ ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ. ഇത് മറ്റേ ചില്ലേതാ പൊട്ടാത്തതെന്നൊക്കെ തിരിച്ചറിയണ ഗെയിം. ഇതൊക്കെ പണ്ട് നമ്മൾ എത്ര വീട്ടിൽ കളിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ. പക്ഷേ ഇത് കുറച്ചും കൂടിയും ഏതാ പൊട്ടണമെന്നറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും പോവും. ഫുള്ളാക്കാൻ പറ്റില്ല എന്നാ തോന്നണം. ഇവർ എന്തായാലും നമ്മൾ തോപ്പിച്ച് വിടുന്ന തോന്നണം. അതന്നെ. ഫുള്ളാവണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഫുള്ളാക്കാൻ പറ്റില്ല. മറ്റേതാണെങ്കിൽ എങ്ങനെയെങ്കിലും കുതന്ത്രത്തിലൂടെ ആക്കായിരുന്നു. പക്ഷെ ഇതും പറ്റില്ല. കളി എന്താ കഴിയാത്തേ? കുഴപ്പമില്ല കേട്ടോ. കളിച്ചിട്ട് ഇങ്ങനെ നേരം പോകാനൊക്കെ പറ്റിയ ഗെയിമുകളാണ് ഈ സ്നാപ്ചാറ്റിലുള്ളത്. അപ്പം അടുത്ത ഗെയിം ഏതാണാവോ? അടുത്തെങ്കിലും നന്നായാൽ മതിയായിരുന്നു. പേപ്പർ റോക്കറ്റ് ത്രോയിങ് ഗെയിം. ഇതെന്തിട്ട്? 0 മീറ്റർ. ഇത് നേരെ എത്തുമ്പോൾ എറിയണം. അതാന്ന് തോന്നുന്നു. ഇത് നേരെ എത്തുമ്പോൾ എറിയുക. അതാണ്. ഞാൻ മോളിലേക്ക് എറിഞ്ഞു കേട്ടോ. ഇത് മോളിക്കല്ല, നേരെ ഇങ്ങനെ കൈ നേരെ ആവുമ്പോൾ എറിയണം. നമ്മൾ നേരെ എറിയാറില്ലേ? അങ്ങനെ ആവുമ്പോൾ എറിയാനാണ് ഇതിൽ പറഞ്ഞുള്ളത്. അപ്പോൾ ഇതിൽ നേരെ ആവുമ്പോൾ ഞാൻ എറിഞ്ഞു. അടിയിലേതൊരു മോളിക്ക് പോകുന്ന ഒരു സാധനം ഉണ്ട്. അതുമ്മ തട്ടിയോണ്ടാണ് ഞാൻ മോളിക്ക് പോകുന്നത്. ഒരു പച്ച സാധനം ഉണ്ട്. അതുമ്മ തട്ടിയോണ്ടാണ് ഞാൻ പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടോ? ആ പച്ച സാധനം തട്ടിയപ്പോഴാണ് ഞാൻ വീണ്ടും മോളിക്ക് പോയത്. ഇത് മനസ്സിലായി. ഇതിപ്പം എനിക്ക് കളിയുടെ ട്രിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് തന്നെ ആവും. ഇത് നല്ല നമുക്ക് അവിടെ മീറ്ററുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇഷ്ടമുള്ള മീറ്ററാണ്. ഇതിലെപ്പോഴാണ് തീരാന്നറിയില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കളിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് ബോറാണെങ്കിലും കളിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഗൈസ്. സ്നാപ്ചാറ്റുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മിക്ക ആൾക്കാർക്കും അറിയാം. ഞാൻ വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വെറുതെ കളിക്കണ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ഇടാറില്ല.